നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കർണാടക സംഗീതം കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് പി വി കുഞ്ഞികൃഷ്ണൻ. ശുദ്ധസംഗീത ആസ്വാദകരുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കോട്ടായി ചെമ്പൈ സംഗീതോത്സവം തുടരുന്നു. ഗ്രാമം രാഗസാന്ദ്രം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനംനൊന്ത് പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ സ്ഥലം വിട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. ജോലിയിൽ പ്രവേശിക്കാതെ മുങ്ങിയത് അന്തിക്കാട് സ്റ്റേഷനിലെ CPO. വാർത്താ വിവാദമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം അംഗീകരിച്ച് പ്രശ്നം അവസാനിപ്പിച്ചതായി സൂചന. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടം എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച്. ചാവക്കാട് ബ്ലാങ്ങാട് മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്ന് കടലിൽ വീണ് തൊഴിലാളിയെ കാണാതായി. തിരച്ചിൽ തുടരുന്നു. വാർത്തകൾ വിശദമായി. കർണാടക സംഗീതാസ്വാദകരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ് എന്നത് പരിശോധിക്കേണ്ടതാണെന്നും കർണാടക സംഗീതം കൂടുതൽ ജനകീയമാക്കണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞികൃഷ്ണൻ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 128ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കച്ചേരി ഭ്രാന്തന്മാർ, അവരുടെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് അവര് എവിടെ എത്തിയാൽ എവിടെ കച്ചേരി അവരെത്തിക്കൊടുക്കും. രണ്ടാമത്തെ കേരളത്തിൽപ്പെടുന്ന ആൾക്കാരാണ് വിരോധമില്ല, കേട്ടാൽ കൊള്ളാം, വിരോധമില്ല എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾക്കാരെ നമ്മൾ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല, അവര് വിരോധികളാണ്, ഇതെന്തോ അപകടപ്പെട്ട സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നത്. ഈ രണ്ടാമത്തെ ആൾക്കാരെ നമുക്ക്, നിങ്ങൾ ഓരോ ആൾക്കാരും ഈ ആസ്വാദകർ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതുപോലെ ഈ രണ്ടാം കേരളത്തിൽപ്പെടുന്ന ആൾക്കാർ. ചെമ്പൈ സ്മാരക സംഗീത ഹാളിൽ നടന്ന പരിപാടിയിൽ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി അധ്യക്ഷനായി. പ്രവാസി വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യ അതിഥിയായി. ഓഡിറ്റർ ശിവദാസ് ചിറ്റൂരിനെ ചടങ്ങിൽ ആദരിച്ചു. സൈനുദ്ദീൻ പത്തിരിപ്പാല, ഗായത്രി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ സ്വാഗതവും ചെമ്പൈ സുരേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് അഭിറാമുണ്ണിയും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരിയും നടന്നു. ദ്വിദിന സംഗീതോത്സവ വേദിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 200ഓളം യുവ സംഗീതജ്ഞരാണ് കച്ചേരി അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനംനൊന്ത് പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ മുങ്ങിയത് പരിഭ്രാന്തി പരത്തി. തൃശൂർ അന്തിക്കാട് സ്റ്റേഷനിലെ CPO ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജോലിക്ക് ഹാജരാകാതെ സ്ഥലം വിട്ടത്. ചേർപ്പ് സ്വദേശിയായ പോലീസുകാരനെ കാണാതായെന്ന വാർത്ത വിവാദമായപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം അംഗീകരിച്ച് പ്രശ്നത്തിൽ നിന്ന് തടിതപ്പുകയായിരുന്നു. അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റത്തിനായി പോലീസുകാരൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റം ലഭിച്ചിരുന്നു. അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം തടഞ്ഞതായാണ് പറയുന്നത്. തുടർന്നും അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിക്ക് പോകാനും നിർദ്ദേശം വന്നു. ഇതോടെ ഇയാൾ ഏറെ വിഷമത്തിലായെന്ന് പറയുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിക്ക് എത്താതായതോടെ അന്തിക്കാട് പോലീസ് ഇയാളെ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഇതോടെ പോലീസ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇദ്ദേഹത്തെ കാണാതായ വിവരം പോലീസ് SP-യെ അറിയിച്ചു. സ്ഥലം മാറ്റം തടഞ്ഞതാണ് നാടുവിടാൻ കാരണമെന്നും അറിയിച്ചു. ഇതോടെ അന്തിക്കാട് സ്റ്റേഷൻ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും വരന്തരപ്പള്ളിയിലേക്ക് തന്നെ മാറ്റി നിയമിച്ചു. ആലപ്പുഴയിലുള്ള പോലീസുകാരൻ ഉടനെ മടങ്ങിവരാമെന്ന് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടത്തിൽ മറ്റ് 2 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. വേലൂർ കാവുങ്കൽ വീട്ടിൽ
ജിഷ 30 വയസ്സ്, വെള്ളറക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാം 56 വയസ്സ്, ഭാര്യ ഷംസിയ 47 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനത്തിൻ്റെ പിറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഷംസിയയുടെ പരിക്ക് ഗുരുതരമാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. ഷംസിയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് ബ്ലാങ്ങാട് പടിഞ്ഞാറ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്ന് കടലിൽ വീണ് തൊഴിലാളിയെ കാണാതായി. മുനമ്പത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ മുനമ്പം പള്ളിപ്പുറം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ബോട്ടിലെ തൊഴിലാളി കന്യാകുമാരി കുളച്ചൽ സ്വദേശി 62 വയസ്സുള്ള മരിയ ഹെൻറി കാർലോസിനെയാണ് കാണാതായത്. ചാവക്കാട് ബ്ലാങ്ങാട് നിന്ന് 34 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. തൊഴിലാളിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന് ആരോപണം. നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS രക്ഷാധികാരി തേറബൽ ശ്രീധരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ഇടതു സർക്കാർ അട്ടിമറിച്ചെന്ന് തേറമ്പിൽ ശ്രീധരൻ ആരോപിച്ചു. തുച്ഛമായ വേതനം ലഭിക്കുന്ന പാചക തൊഴിലാളികൾക്ക് മാസവേതനം ഉൾപ്പെടെ തടഞ്ഞുവച്ചിരിക്കുകയാണ്. നിലവിൽ പാചക തൊഴിലാളികളായവരെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്രം ഫണ്ട് നൽകാത്തത് ഉച്ചഭക്ഷണ വിതരണത്തെ ബാധിക്കുന്നുവെന്ന പ്രചരണം പുകമറ സൃഷ്ടിക്കലാണ്. സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം നിരവധി പേരെ തൊഴിൽ രഹിതരാക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുന്നത് തന്നെ കരാർവൽക്കരണത്തിൻ്റെ ഭാഗമായാണ്. ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളി പ്രശ്നങ്ങളുടെ അവതരണത്തിന് അനുമതി നൽകിയില്ല. മാത്രമല്ല, നിരവധി പേരെ തൊഴിൽ രഹിതരാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനത്തിനാണ് വനിതാ കമ്മീഷൻ ഊന്നൽ നൽകുന്നത്. തൊഴിലാളി വിരുദ്ധ നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശ്രീധരൻ തേറമ്പിൽ പറഞ്ഞു. ആദ്യം അവർ കുടുംബശ്രീ ആശാവർക്കേഴ്സ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല വന്നിട്ട് കരാറുകാരെ താക്കിട്ട് നിർത്തിയേക്ക് വേദിയുള്ള കാലത്ത് കൊല്ലം കുണ്ടറ മൂല നിയോജനത്തിൽ സ്ഥലമടക്കം പിടിച്ചു. വടകരയില് മറ്റേ ജനതാ മന്ത്രി കാലത്ത് കമ്മീഷന്റെ കാലത്ത് ശേഷം ഈ 2 സ്ഥലത്തും ശക്തമായ സമരം സംഘടിപ്പിച്ച് നമ്മുടെ ഈ യൂണിയൻ സംഘടിപ്പിച്ച് അതൊക്കെ ഒഴിവാക്കിച്ചു. പിന്നെ ഇപ്പോൾ പ്രധാന അധ്യാപകരെ കൊണ്ടാണ് ഇപ്പോൾ ധാരാളം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റില്ല അവർക്ക് ഈ കുട്ടികൾക്ക് ഉള്ള തുക കിട്ടാൻ വരും ഇവർക്ക് കിട്ടില്ല. ഇന്നാള് ഞാൻ വനിതാ കമ്മീഷൻ്റെ കാലത്ത് പാലക്കാട് നടന്നുകൊണ്ട് അവിടെ ഇത് വയ്ക്കുന്നത്. വനിതാ കമ്മീഷൻ അതിന് മുമ്പ് പറയാം, നിങ്ങൾക്കറിയില്ലേ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് പറയാം, നിങ്ങളത് മനസ്സിലാക്കണ്ടായിരുന്നു. എത്ര ഇതായിട്ടുള്ള വനിതകളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴുള്ള വിദ്യ എന്താ വെച്ചാൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇതിനു മുമ്പേ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ഘട്ടത്തില് വരെ 60 വയസ്സായവരെ പിരിച്ചുവിടാൻ വേണ്ടി ഈ വേനലവധിക്കാലത്തൊക്കെ എല്ലാ AO ഓഫീസിലും ലിസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ആ അടുത്ത ജൂൺ 7 മുതൽ 8 കൊണ്ടായി ആ ലിസ്റ്റ് വെച്ച് എല്ലാവരും ഒഴിവാക്കി അവരുടെ ആൾക്കാരെ കയറ്റാൻ അത് ലിസ്റ്റ് ഉണ്ടാക്കി. അത് നമ്മൾ മനസ്സിലാക്കിയ കോടതി പോയി അഡ്വക്കേറ്റ് സമ്മാൻ തോമസ് മുഖേന കേസ് കൊടുത്തു, സ്റ്റേ വാങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ഷാനവാസ്, വിളയോടി വേണുഗോപാൽ, ജില്ലാ പ്രസിഡന്റ് C. തങ്കമണി, സെക്രട്ടറി സുമിത സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളം ഒരു രംഗത്തും മുന്നേറാൻ പാടില്ലെന്ന സമീപനത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതെന്ന് KD പ്രസേനൻ MLA. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരളം വിവിധ മേഖലകളിൽ വളർച്ചയിലാണെന്ന് KD പ്രസേനൻ MLA ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങുമില്ലാത്ത വിധം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. ഇതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗം ശക്തി പ്രാപിച്ചു. എന്നാൽ SSA ഫണ്ട്, ഉച്ചഭക്ഷണ ഫണ്ട് എന്നിവയെല്ലാം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തെന്നും MLA കുറ്റപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി മറുപടി രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞു വെച്ചത് ഈ വിഷയം വളരെ ജനുവിനാണ്. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ, പുതുതലമുറയെ
പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് അവരുടെ വിഭിന്നമായ ശേഷികളെ ഉപയോഗപ്പെടുത്താൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം എത്രമാത്രം വലുതാണ് എന്ന് മന്ത്രി അവിടെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായി ഇവിടെ കേരളീയ സമൂഹം അംഗീകരിച്ച ഗാദർ കമ്മിറ്റി റിപ്പോർട്ട്, കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ട് കേരള ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടു വരുന്നതെന്നും ധനവകുപ്പിൻ്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് സഭയിൽ ഉന്നയിക്കപ്പെട്ട സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഇന്നിവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങൾ ഉൾപ്പെടെ ഉള്ളതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും. ലീവ് സറണ്ടർ അനുവദിക്കുക, വേതനം പരിഷ്കരിക്കുക, അധ്യാപക ആനുകൂല്യങ്ങൾ കരാർ ജീവനക്കാർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KRTA ധർണ. ജില്ലാ പ്രസിഡന്റ് ജിഷ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം റിയാസുദ്ദീൻ, K പ്രസാദ്, ദീപ ജോസഫ്, S വിപിൻ, അരുൺകുമാർ, KS സംഗീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ വടംവലി മത്സരത്തിലെ വിജയികളെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു. ദേശീയമേളയിൽ അമ്പലപ്പാറ കടമ്പൂർ സ്കൂളിൽ നിന്നും പങ്കെടുത്ത +2 വിദ്യാർത്ഥികളായ T ഷബിൻ, K അഭിഷേക് എന്നിവരെയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നമ്മുടെ കടമ്പൂർ എന്ന സ്കൂളിൻ്റെ പേര് ഇന്ത്യയിലെ ആഗ്ര എന്ന ഏറ്റവും വടക്കേ അറ്റത്ത് എത്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം അഭിമാനം ഉള്ള നമ്മുടെ ഈ പ്രിയ താരങ്ങളെ പഞ്ചായത്തിന് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, കുടുംബശ്രീ ചെയർപേഴ്സൺ സുരഭി, വിവിധ വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 19 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഷാബിൻ, അഭിഷേക് എന്നിവർ കേരളത്തിനു വേണ്ടി മത്സരിച്ചത്. ആഗ്രയിൽ നടന്ന ടഗ് ഓഫ് വാർ വടംവലി മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചായിരുന്നു കേരളത്തിൻ്റെ വിജയം. അമ്പലപ്പാറ തൊഴുത്തിങ്കൽ ഉമ്മറിൻ്റെയും ഷെറീനയുടെയും മകനാണ് ഷാബിൻ. ആലങ്ങാട് കാവിൽനട കൃഷ്ണൻ്റെയും ദീപയുടെയും മകനാണ് അഭിഷേക്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഏക്കർ കണക്കിന് നെൽവയലുകൾ തരിശായി കിടക്കുമ്പോൾ തന്റെ കൃഷിഭൂമി മാത്രം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് മുന്നിൽ തനിക്കെതിരെ ബോർഡ് സ്ഥാപിച്ച CPI നടപടി CPIയുടെ രാഷ്ട്രീയ പാപ്പരത്വം മൂലമാണെന്ന പരിഹാസവുമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. തനിക്കെതിരെ ഒരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണ് തന്റെ വയലിനെക്കുറിച്ച് മാത്രമായി CPIയുടെ കർഷക തൊഴിലാളി സംഘടനയുടെ പേരിൽ മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ തന്റെ പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലം നഷ്ടം സംഭവിച്ച ഒട്ടനവധി കർഷകർ പഞ്ചായത്തിൽ കൃഷിഭൂമി തരിശിട്ടിട്ടുണ്ട്. മണ്ണൂരിലെ ന്യൂനപക്ഷ വിരുദ്ധരായ ചില CPI നേതാക്കളുടെ ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിലെ CPIയിലെ ഒരു വിഭാഗം ആളുകൾ ഇടതുപക്ഷ സർക്കാരിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണ്ണൂർ പഞ്ചായത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നേതൃത്വത്തെ അനുസരിക്കാതെ ചെയ്തതുകൊണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും അവർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ പഞ്ചായത്ത് മുന്നിൽ എനിക്കെതിരെ വെച്ച ബോർഡ് ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ് ഭൂമി തരം മാറ്റുക എന്നുള്ളത്. ആ നയത്തിനെതിരാണ് അവർ വ്യക്തിപരമായി എൻ്റെ പേര് വെച്ച് എന്നെ അപഹാസ്യരാക്കാൻ, എന്നെയും എൻ്റെ പാർട്ടിയെയും അപഹാസ്യമാക്കാൻ. മണ്ണൂർ പഞ്ചായത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനസ്വാധീനവും വ്യക്തിപരമായ എൻ്റെ വളർച്ചയും അതിൽ അസൂയ കൊണ്ട് പൊതുവെ ന്യൂനപക്ഷ വിരുദ്ധരായ CPIയിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ധിക്കാരമാണ് ഈ രാഷ്ട്രീയ പാപ്പരത്വത്തോടു കൂടിയിട്ടുള്ള ഈ പഞ്ചായത്തിന് മുന്നിൽ വ്യക്തിപരമായി എൻ്റെ പേര് വെച്ചിട്ടുള്ള ബോർഡ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്ര മണ്ഡപം നവീകരിച്ച ദേവീപ്രസാദം മണ്ഡപ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു.
ക്ഷേത്രങ്ങളോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് സാധാരണ കാര്യമില്ല. ക്ഷേത്രങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഭാഗമാണ്. ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചു എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാവും ക്ഷേത്രത്തിന്. 100 കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ടാവും. ആരാണ് പ്രതിഷ്ഠ നടത്തിയത്, എന്നു മുതലാണ് ക്ഷേത്രമായി മാറിയത് എന്നതിൻ്റെ കൃത്യമായ കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. വിശ്വാസമനുസരിച്ച് തലമുറയായി കൈമാറി വരുന്ന വിശ്വാസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. മണ്ഡപ സമർപ്പണത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, പാലുകാച്ചൽ എന്നിവയുണ്ടായി. അപർണ രാജീവിൻ്റെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് PG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് മാത്തൂർ ശ്രീശങ്കര അദ്വൈതാശ്രമം മഠാധിപതി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ വിശിഷ്ടാതിഥിയായിരുന്നു. ട്രഷറർ CN ഗോപാലകൃഷ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പാലക്കാട് രാമപുരം ദേവസ്വം ക്ഷേത്രം മുൻ മാനേജർ KK രഘുനാഥ്, ക്ഷേത്രം രക്ഷാധികാരി PC ഭാസ്കരൻ, ഡോക്ടർ KE വത്സല, ചാത്തൻകണ്ടത്ത് ഡോക്ടർ C ഉഷ, ശാന്താദാസ്, KP ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരാറുകാരൻ P വിജയകൃഷ്ണനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇളവൻമഠം മോഹൻദാസനുണ്ണി നന്ദി പറഞ്ഞു. പുതിയ മണ്ഡപത്തിൽ PC ഭാസ്കരൻ്റെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് പ്രസാദവൂട്ടുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കർണാടക സംഗീതം കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ. ശുദ്ധസംഗീത ആസ്വാദകരുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കോട്ടായി ചെമ്പൈ സംഗീതോത്സവം തുടരുന്നു. ഗ്രാമം രാഗസാന്ദ്രം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനംനൊന്ത് പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ സ്ഥലം വിട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. ജോലിയിൽ പ്രവേശിക്കാതെ മുങ്ങിയത് അന്തിക്കാട് സ്റ്റേഷനിലെ CPO. വാർത്താ വിവാദമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം അംഗീകരിച്ച് പ്രശ്നം അവസാനിപ്പിച്ചതായി സൂചന. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടം എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച്. ചാവക്കാട് ബ്ലാങ്ങാട് മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്ന് കടലിൽ വീണ് തൊഴിലാളിയെ കാണാതായി. തിരച്ചിൽ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.